ഹലോ ഗൈസ്, ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് അറിയാവോ? ഇതാണ് നമ്മുടെ കൂവ. കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ മിക്കവരുടെയും വീട്ടുപറമ്പിൽ ധാരാളം ഉണ്ടായിരുന്ന കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു സാധനം. ഞാനിപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പണ്ട് കഴിച്ചിരുന്ന അങ്ങനത്തെ ഈ നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന കുറേ സാധനങ്ങളൊക്കെ പൊക്കിയെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ അമ്മ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. കാരണം ഇതൊന്നും അവിടെ ആരും കഴിക്കൂലായിരുന്നു. അമ്മ കഴിക്കുമായിരുന്നു പണ്ട്, പക്ഷേ എന്നതിന് ശേഷം ആരും കഴിക്കുമായിരുന്നു, അതായത് അവരെ കുട്ടികളൊന്നും കഴിക്കൂലായിരുന്നു. അപ്പം ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ ഒരു സാധനം പിന്നെയും കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഒരു സാധനം തന്നെയായിരുന്നു മെയിനായിട്ട് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാവുക. അതായത് നമുക്കിപ്പം ഇപ്പോൾ ഉള്ളതുപോലെ ബേക്കറി ഐറ്റംസ് ഒന്നും അന്നേരം കിട്ടൂലായിരുന്നു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ കപ്പ, ഈ കൂവ, ചെറുകിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചിരുന്നത്. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്ന് കളിക്കാനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും ഈ ഒരു സാധനം. അപ്പം അതിൽ ഒന്നുകിലും മഞ്ഞളിട്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ മീനിട്ടിട്ടായിരിക്കും. എനിക്കിത് മീനിട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇന്ന് കഴിച്ച ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം കണ്ടപ്പോൾ. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അമ്മ ശരിക്കും പറഞ്ഞാൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനും അമ്മയെ കഴിക്കുള്ളൂ, വേറെ ആരും അങ്ങനെ ഇതിനോട് വലിയൊരു താല്പര്യം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു സാധനം എവിടെ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ മിസ് ചെയ്യില്ല, അത് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്തും. അത്യാവശ്യം വേവുള്ളൊരു സാധനമാണിത്. അതുകൊണ്ട് തന്നെ ഞാനത് കുക്കറിൽ വേവിപ്പിച്ചിട്ട് മുറ്റത്തൊരടുപ്പ് കൂട്ടി അതിൽ വാഴപ്പിണ്ടിയും കൂടി വേവിപ്പിച്ച് രണ്ടും കൂടിയിട്ടുള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു പുഴുക്കാണ് ഇന്നത്തെ ഐറ്റം. ഇതാണ് നമ്മുടെ കൂവച്ചെടി. ഇതിൽ നിന്നാണ് നമ്മൾ കൂവ പറിച്ചെടുക്കുന്നത്. കാൽസ്യം, കാർബോഹൈഡ്രേറ്റ്, സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, വൈറ്റമിനുകളായ എ, സി ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ ലുലു മാളിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വില ചോദിച്ച് നോക്കിയാൽ മതി, നമ്മൾ അന്തം വിടും. കാരണം നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ ഇടുന്നിരുന്ന സാധനമാണ്. ഈ എട്ടുകാലിയുടെ വിഷമൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ ഈ കൂവയുടെ ഒരു മരുന്നായിട്ട് നമ്മൾ കൂവനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂവയും വാഴപ്പിണ്ടി അഥവാ നമ്മുടെ ഉണ്ണിക്കാമ്പ്, ഈ ഒരു സാധനം ഇട്ടിട്ടുള്ള പുഴു രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുഴുക്കാണിത്. എനിക്ക് ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സാധനം. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാനന്ന് ചോറൊന്നും കഴിക്കില്ല, എനിക്കിത് മാത്രം മതി. എനിക്ക് പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീൽ, പണ്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഫീലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വട്ടയിലയിൽ, നാട്ടിലെ തന്നെ ഉപ്പില എന്നൊക്കെ പറയും, ആ ഒരു ഇല എടുത്ത് കൊണ്ടുവന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിലേക്കാണ് വിളമ്പിയിട്ട് കഴിക്കാൻ പോകുന്നത്. അതിന് ആ ഒരു ചൂടോടെ അതിലേക്ക് വിളമ്പുമ്പോൾ ആ ഇല വാടിയിട്ട് വരുന്നൊരു ടേസ്റ്റുണ്ട്. അത് സത്യം പറഞ്ഞാൽ വായിൽ കപ്പലോട് അത്രയും അടിപൊളി സാധനമാണ്. കൂടാതെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണിത്. എനർജി പ്രദാനം ചെയ്യുന്നതിൽ അമിതാഹാരം കഴിക്കാതെ ശരീരത്തെ ഉണർവോടെ നിലനിർത്താൻ ഈ ഒരു സംഭവം സഹായിക്കുന്നുണ്ട്. ഈ കൂവ ഒരുപാട് വെന്ത് പോകാണ്ട് ഇങ്ങനെ ഉടച്ച് പുഴുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഇല്ല, അതൊരു പ്രത്യേകത. ഇത് ചൂടോട് തന്നെ കഴിക്കുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനമാണ്. ശരിക്കും ഈ ഒരു സാധനം കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മേനെയാണ്. കാരണം അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ചോറും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടം, പുഴുക്കൊക്കെയാണ് നമുക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു പുഴുക്ക് വൈകുന്നേരം ഉണ്ടാവുകയാണ്. ഈ ഒരു സാധനമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ആ അമ്മയുടെ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീൽ തരുന്ന ഒരു സാധനമാണ് ഇത്. ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മേനെയാണ്. ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഷാനുമാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.